എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. പുണ്യങ്ങളുടെ പൂക്കാലമായ വൈശാഖ മാസം അതിൻ്റെ അവസാന നാളിലേക്ക് കടക്കുകയാണ്. ലക്ഷ്മി സമേതനായി ഭഗവാൻ ഭൂമിയിൽ വസിക്കുന്ന ഈ പവിത്രമായ ദിനങ്ങൾ അവസാനിക്കുമ്പോൾ മെയ് 16 ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ ഭഗവാൻ മടങ്ങുന്നതിന് മുൻപ് നമുക്കായി തൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നിടുന്ന ആ ഒരു നല്ലൊരു മുഹൂർത്തമുണ്ട്. അതാണ് വിഷ്ണുമതി പുണ്യകാലം. 2026 മെയ് 15 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ വിഷ്ണുപതി പുണ്യകാലം ആഗതമാകുന്നത്. സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിനെയാണല്ലോ നമ്മൾ സംക്രാന്തി എന്ന് വിളിക്കുന്നത്. ഇതിൽ സ്ഥിരരാശികളായ ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നിവയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയമാണ് വിഷ്ണുപതി. ദേവലോകത്തെ പുണ്യനദിയായ ഗംഗാദേവി ഭൂമിയിലേക്ക് അവതീർണമായപ്പോൾ ആ പാദസ്പർശം കൊണ്ട് ഭൂമി എങ്ങനെ പവിത്രമായോ അതുപോലെ വിഷ്ണുപതി പുണ്യകാലത്ത് സൂര്യൻ്റെ ചൈതന്യം ഭഗവാന്റെ പാദങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ സമയത്ത് ചെയ്യുന്ന ചെറിയ പുണ്യപ്രവൃത്തി പോലും 1000 മടങ്ങ് ഫലമാണ് നമുക്ക് നൽകുന്നത്. മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 6:21 സൂര്യൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇടവ സംക്രാന്തി എന്ന് പറയുന്നത്. എന്നാൽ ഈ പുണ്യകാലത്തിൻ്റെ ചൈതന്യം മെയ് 14 രാത്രി വെളുപ്പിന് അല്ലെങ്കിൽ 1:30 മുതൽ മെയ് 15 രാവിലെ 10:30 വരെ നീണ്ടു നിൽക്കുന്നു. ഈ 9 മണിക്കൂർ അതീവ ശക്തമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. നിങ്ങളുടെ മനസ്സിൽ എത്ര വലിയ തടസ്സപ്പെട്ട ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ സമയത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അത് സഫലമാകുമെന്നാണ് വിശ്വാസം. അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അന്നേ ദിവസം നമ്മൾ നെയ്വിളക്ക് മെയ് 15 വെളുപ്പിന് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മുടെ പൂജാമുറിയിൽ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ പൂജാമുറിയിൽ ശുദ്ധമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദങ്ങളിൽ 108 തുളസി ഇലകൾ ഓരോന്നായിട്ട് സമർപ്പിക്കുക കേട്ടോ. ഓരോ ഇല സമർപ്പിക്കുമ്പോഴും ഓം നമോ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് സമർപ്പിക്കുക. നമ്മുടെ മനസ്സിൽ എത്ര വലിയ മുടങ്ങി കിടക്കുന്ന തടസ്സങ്ങൾ മാറാനും ദോഷങ്ങൾ മാറാനും അസുഖങ്ങൾ മാറാനും വിവാഹ തടസ്സങ്ങൾ മാറാനും എന്ത് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് മനം മുരുകി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യുക കേട്ടോ. പിന്നെ അന്നേ ദിവസം നിങ്ങൾ പൂർണ്ണമായും സസ്യഭക്ഷണം തന്നെ കഴിക്കാൻ നോക്കുക. സാധിക്കുമെങ്കിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അന്നേ ദിവസം വൈശാഖ മാസം ആയതിനാൽ അന്നദാനമോ വസ്ത്രമോ കുടയോ ദാനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിതൃക്കളുടെ മോക്ഷത്തിനെ പോലൊക്കെ അത് നല്ലതാണ്. പിന്നെ തുളസി പ്രദക്ഷിണം ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ലക്ഷ്മി ദേവിക്ക് പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ആയതിനാൽ തുളസി തറയിൽ വിളക്ക് കൊളുത്തുന്നത് എന്ന സമയത്ത് 108 തവണയോ അല്ലെങ്കിൽ കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം വയ്ക്കുന്നത് നല്ലതാണ്. തുളസി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഭയം അകറ്റാനായിട്ട് നമുക്ക് ഗരുഡമന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. പലരും രാത്രി കിടന്നിട്ട് പാമ്പിന് സ്വപ്നം കാണുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പാമ്പ് റിലേറ്റഡ് ആയിട്ട് കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു വിഷ്ണുപതി പുണ്യകാലത്ത് ഗരുഡമന്ത്രം ജപിക്കുന്നതൊക്കെ നമ്മുടെ ഭയം അകറ്റാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ നാമജപം, വിഷ്ണു സഹസ്രനാമം, അഷ്ടാക്ഷരി മന്ത്രം, ഓം നമോ നാരായണ എന്നിവ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും. പിന്നെ സാധിക്കുമെങ്കിൽ നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോയിട്ട് വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. അമ്പലത്തിൽ പോണ സമയത്ത് അന്നദാനമോ വസ്ത്രദാനമോ ഈ സമയത്ത് ചെയ്യുന്നത് വലിയ പുണ്യമായിട്ട് കണക്കാക്കാറുണ്ട്. പിന്നെ സന്ധ്യാസമയത്ത് വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത് നെഗറ്റീവ് എനർജി അകറ്റാനായിട്ട് സഹായിക്കും കേട്ടോ. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ലളിത സഹസ്രനാമമോ മഹാലക്ഷ്മി അഷ്ടകമോ ഒക്കെ ജപിക്കുന്നത് ഐശ്വര്യം നൽകാനായിട്ടൊക്കെ സഹായിക്കും. ഭഗവാന്റെ മുന്നിൽ 108 തുളസിമാല അർച്ചന നടത്തണം. ഭഗവാൻ വിഷ്ണുവിൻ്റെ ചിത്രത്തിന് മുൻപിൽ 108 തുളസി ഇലകൾ ഓരോന്നായിട്ട് സമർപ്പിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞോണം, നമ്മുടെ മനസ്സിലുള്ള എത്ര വലിയ ആഗ്രഹങ്ങൾ നടക്കാനും ദോഷങ്ങൾ മാറാനായിട്ടും ഓരോ തവണയും ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ തുളസിയിലെയും സമർപ്പിക്കുക. ആ സമയത്ത് നമ്മൾ മനം ഉരുകി പ്രാർത്ഥിക്കുന്നത് തന്നെ വേണം. വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ അടിസ്ഥാനം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നരസിംഹ അവതാരവുമായി ബന്ധപ്പെട്ടതാണ്. നരസിംഹമൂർത്തിയുടെ ക്രോധമുണ്ട്. അതായത് അസുരരാജാവായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം ഭഗവാൻ നരസിംഹമൂർത്തിയുടെ ഒരു രൗദ്രഭാവം അടങ്ങിയില്ല. ഭഗവാന്റെ ആളിപ്പടരുന്ന ആ ക്രോധം കണ്ട് ദേവലോകവും ലക്ഷ്മി ദേവിയും പോലും ഭയന്നുപോയി. ഒടുവിൽ മഹാലക്ഷ്മി ഭഗവാന്റെ അരികിൽ എത്തുകയും ദേവിയുടെ നിഴൽ ഭഗവാന്റെ മേൽ പതിഞ്ഞ നിമിഷം ആളിപ്പടർന്ന അഗ്നി പനിനീർ തുള്ളിയായി മാറുകയും ചെയ്തു. മഹാലക്ഷ്മിയെ തൻ്റെ ഇടതു തുടയിൽ ഇരുത്തി സർവ്വലോകങ്ങൾക്കും അനുഗ്രഹം നൽകാൻ സർവ്വ ഐശ്വര്യമൂർത്തിയായി നിലകൊണ്ടു. ലക്ഷ്മി സമേതനായി ഭഗവാൻ ഇത്രമേൽ കരുണനായി ഇരിക്കുന്ന ഈ ധന്യമുഹൂർത്തമാണ് വിഷ്ണുമതി പുണ്യകാലമായിട്ട് ആഘോഷിക്കുന്നത്. ഒരു പിതാവ് തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ ഭഗവാൻ ഭക്തരെ ചേർത്ത് പിടിക്കുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുകയും ചെയ്യുന്ന സമയമാണ്. 2026 മെയ് 15 വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ പകൽ 10:30 വരെയുള്ള 9 മണിക്കൂർ വൈകുണ്ഠനാഥൻ തൻ്റെ ഭക്തർക്കായിട്ട് കരുതി വെച്ച അനുഗ്രഹത്തിൻ്റെ സമയമാണ്.
നമ്മുടെ വിധി മാറ്റിമറിക്കാനായിട്ട് ഭഗവാൻ സ്വയം മാറ്റിവെച്ച സമയമാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ പുണ്യവേളയിൽ അർപ്പിക്കുന്ന ഓരോ തുളസിദളവും ജപിക്കുന്ന നാമവും 1000 മടങ്ങ് ശക്തിയോടെ ഭഗവാനിൽ വന്നു ചേരും. ഭഗവാന് മുന്നിൽ ഒരു നെയ്ദീപം തെളിയിച്ച് സങ്കടങ്ങൾ പറയുക. ഭഗവാനെ നേരിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന സമയമാണിത്. 108 അല്ലെങ്കിൽ 1008 തുളസിയിലകൾ കൊണ്ട് നാം ഓം നമോ നാരായണ എന്ന് ജപിച്ച് അർച്ചന നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഓരോ ഇലകളും സമർപ്പിക്കുമ്പോഴും ഓരോ വിഷമങ്ങളും ഭഗവാന്റെ പാദങ്ങളിൽ ഇറക്കുന്നതായി സമർപ്പിക്കുക. അതുപോലെ ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ മെയ് 15 രാവിലെ 10:30 മുൻപായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി 27 തവണ പ്രദക്ഷിണം വയ്ക്കുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ലളിതം ശ്രീധരം എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നാളെ മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 10:30 മുൻപായിട്ട് നിങ്ങൾ അമ്പലത്തിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഈ 9 മണിക്കൂർ സമയമാണ് വിഷ്ണുമതി പുണ്യകാലത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു മുഹൂർത്തം. അതുപോലെ പ്രദക്ഷിണ സമയം നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ചുറ്റും, അതായത് കൊടിമരം ഇല്ലാത്ത ക്ഷേത്രമാണെങ്കിൽ ഭഗവാന് അമ്പലത്തിന് ചുറ്റും 27 തവണ പ്രദക്ഷിണം വെക്കുക കേട്ടോ. അതുപോലെ ഓരോ തവണ പ്രദക്ഷിണം വെക്കുമ്പോഴും ഓരോ പൂ വീതം ഭഗവാന് സമർപ്പിക്കുന്നത് ഉത്തമമാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് 27 വെളുത്ത പൂക്കളോ മറ്റ് ലഭ്യമായിട്ട് പൂക്കളോ കരുതുക. അല്ലെങ്കിൽ തെച്ചിയോ തുളസിപ്പൂവോ അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പുഷ്പങ്ങൾ എടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നാമജപം പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രമോ സാമ്പത്തിക തടസ്സങ്ങൾ മാറാനായിട്ട് ലളിത ശ്രീധരം എന്ന മന്ത്രമോ ജപിക്കുക. ലളിത ശ്രീധരം എന്ന് ജപിക്കുമ്പോൾ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ഒരേ സമയം ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പ്രദക്ഷിണം കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് ശാന്തമായിട്ടിരുന്ന് 108 തവണ കൂടി മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. കൂടുതൽ ഫലം നൽകുന്നത് നല്ലതാണ്. അതുപോലെ ഭഗവാന് പ്രിയപ്പെട്ട തുളസിമാല, പാൽപ്പായസം, പുഷ്പസൂക്ത, പുഷ്പാഞ്ജലി എന്നിവയൊക്കെ ഈ സമയത്ത് വഴിപാടായിട്ട് നൽകുന്നത് ഐശ്വര്യപ്രദമാണ്. ഭഗവാൻ നരസിംഹമൂർത്തി ശാന്തനായിട്ട് മഹാലക്ഷ്മിയുടെ ഇടത് തുടയിൽ ഇരുന്ന് അനുഗ്രഹം നൽകുന്ന ഭാവമാണ് വിഷ്ണുപതി കാലത്തിൻ്റെ ഐതിഹ്യം. അതിനാൽ അത്രമേൽ കരുണനായ ഭഗവാനോട് സങ്കടങ്ങൾ തുറന്നു പറയുക. പിന്നെ ശരീരശുദ്ധിയോടൊപ്പം തന്നെ മനസ്സ് ശാന്തമായിരിക്കാനും മറ്റുള്ളവർ ദേഷ്യപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ, അതായത് നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് വീട്ടിലെ കാര്യങ്ങളെല്ലാം പൂജാമുറിയിൽ അതിൻ്റെ രീതിയിൽ ചിട്ടയോടുകൂടി ചെയ്യുക. നെയ്വിളക്ക് സമർപ്പിക്കുക. അതുപോലെ തുളസി മാല, തുളസി ഇതളുകൾ സമർപ്പിക്കുക. നമ്മുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരിക്കലെടുത്ത് ഈ വ്രതം എടുക്കുക. അത്രയേറെ പുണ്യമായിട്ടുള്ളൊരു ദിവസമാണ് നാളെ മെയ് 15 വെള്ളിയാഴ്ച. ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്ന ഈ സമയത്ത് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരമോ ദാഹിക്കുന്നവർക്ക് ജലമോ നൽകുന്നത് വൈശാഖ മാസത്തിലെ ഏറ്റവും വലിയമായി കണക്കാക്കപ്പെടുന്നു കേട്ടോ. അതുപോലെ തന്നെ ഭക്തിയോടെയും നാം അർപ്പിക്കുന്ന ഓരോ വിളിയും ഒരു പൊന്നു ഗുരുവായൂരപ്പൻ കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വിഷ്ണുപതി പുണ്യകാലം ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത തവണ നമുക്ക് പുതിയ വീഡിയോ കാണാതിരിക്കും. നന്ദി, നമസ്കാരം.